ചിലരങ്ങനെയാണ് കേട്ടോ. മറ്റൊരാളുടെ നേട്ടങ്ങളൊക്കെ അവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പരിധി വരെയൊക്കെ നീ വളർന്നാൽ മതി, അതിനപ്പുറത്തോട്ട് വേണ്ട എന്ന ചിന്താഗതിയാണ് അവർക്ക്. അതായത് ഒരാളുടെ പരിധി വിട്ടുള്ള വളർച്ച, പ്രതീക്ഷയ്ക്കും അപ്പുറത്തോട്ട് വളർന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആരുമല്ലാത്ത ഒരാൾക്ക് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അംഗീകാരങ്ങളോ അവാർഡുകളോ ഒക്കെ കിട്ടിയാൽ മറ്റുള്ളവർക്ക് അത് പെട്ടെന്നൊരു ഷോക്കായിരിക്കും. അവരുടെ മനസ്സിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് നിർഗമിക്കും. അവരുടെ വായിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ആ ഒരു ഷോക്കിന്റെ, വെറുപ്പിന്റെ, ഈഗോയുടെ, അസഹിഷ്ണുതയുടെ, അസൂയയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്ത് ചാടും. അവനെന്തോ ഉടായ്പ കാണിച്ച് നേടിയതാ, അല്ലെങ്കിൽ അവൾ വേറെന്തോ വഴി കൂടെ പോയിട്ട് കിട്ടിയതാ, അങ്ങനെയൊക്കെ പറഞ്ഞു വരത്തുക. അപ്പൊ അവർക്ക് മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടും. അതായത് മറ്റൊരാളുടെ നേട്ടങ്ങളെ യാതൊരു വിധത്തിൽ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ മനസ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന വികലമായ ഒരു പാറ്റേൺ ഉണ്ട്. ആ രീതിയിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കൂ. പക്ഷെ ആദ്യത്തെ ആ ഷോക്ക് മാറുമ്പോൾ കാര്യങ്ങളൊക്കെ അംഗീകരിക്കും കേട്ടോ. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എവറസ്റ്റ് കൊടുമുടി കണ്ടിട്ട് അത് ചെറുതാണ് എന്ന് പറഞ്ഞാൽ അത് ചെറുതാവുമോ? അങ്ങനെ പറയുന്നവരല്ലേ അപ്പൊ ചെറുതായി പോകുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ പോയിട്ടുണ്ടോ? സാരമില്ല, സ്വന്തം മനസാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക, അതിന്റെ ആവശ്യമുള്ളൂ. അത് അവരുടെ പ്രശ്നമാണ്. എങ്ങനെയാണെങ്കിലും പറയേണ്ടവർ പറയും. അവരുടെ രോഗം അവരാണ് ചികിത്സിക്കേണ്ടത്. നമുക്കൊന്നും ചെയ്യാനാവില്ല, നമുക്കൊന്നും പോകാനുമില്ല കേട്ടോ. നമുക്ക് വന്നു ചേരുന്ന നേട്ടങ്ങളെ നമ്മളല്ലാതെ വേറെ ആരംഗീകരിക്കാനാ? ആരെയും ബോധിപ്പിക്കാനോ ആർക്കോ വേണ്ടിയോ അല്ല. നമുക്ക് വേണ്ടി ജീവിക്കുക. അവരങ്ങനെയും നമ്മളിങ്ങനെയുമാണ്. നമ്മൾ നമ്മളായിരിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.